ഇന്ന് നമുക്ക് നമ്മുടെ ശരീരാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് എള്ള് ലഡു തയ്യാറാക്കാം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് 1 കപ്പ് അളവില് കഴുകിയെടുത്തിട്ടുള്ള എള്ള് ചേർത്തൊന്ന് വറുത്തെടുക്കാം. എള്ള് വറുക്കുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 3-4 ഏലക്ക കൂടി ചേർക്കാം. കൂടെ തന്നെ 1 പിടിയോളം കാഷ്യൂസും കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നല്ല മുരിയിച്ച് വറുത്തെടുക്കാം. ഇതൊക്കെയും വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് 2 ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എള്ളും മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഏത്തപ്പഴം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഒന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. പഴമൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് അളവിൽ നാളികേരം തിരുമിയത് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. പഴവും നാളികേരവും നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും വറുത്ത എള്ളെണ്ണ പൊടിച്ചു വയ്ക്കണം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ കുറച്ച് ഈത്തപ്പഴം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പഴം നല്ലതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ പൊടിച്ചെടുത്തിട്ടുള്ള എള്ളും ഈത്തപ്പഴം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ എള്ളു ലഡു ഇവിടെ നല്ലപോലെ മയത്തിൽ കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ.